നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലൊന്നായി മൂവാറ്റുപുഴ മാറുകയാണ്. നിലവിലെ MLA മാത്യു കുഴൽനാടനെ പരാജയപ്പെടുത്തുക എന്നത് CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു രാഷ്ട്രീയ അനിവാര്യതയായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ VT ബൽറാമിനെതിരെ പ്രയോഗിച്ച അതേ തന്ത്രങ്ങൾ ഇത്തവണ മൂവാറ്റുപുഴയിലും ആവർത്തിക്കാനാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. അന്ന് അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്ന ബൽറാമിനെ വീഴ്ത്താൻ MP രാജേഷിനെ രംഗത്തിറക്കി വിജയിപ്പിച്ച മാതൃകയിൽ ഇത്തവണ കുഴൽനാടനെതിരെ കരുത്തുറ്റ ഒരു മുഖത്തെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് LDF നേതൃത്വം. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള താല്പര്യപ്രകാരം ഈ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾക്ക് ഇതിനോടകം തന്നെ രൂപം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുടുംബത്തിനെതിരെ, പ്രത്യേകിച്ച് മകൾ വീണ വിജയൻ്റെ മാസപ്പടി വിവാദത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച നേതാവാണ് മാത്യു കുഴൽനാടൻ. രേഖകൾ സഹിതം കുഴൽനാടൻ ഉയർത്തിയ ആരോപണങ്ങൾ സർക്കാരിനെയും CPM-നെയും പലപ്പോഴും പ്രതിരോധത്തിലാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ന്യായീകരണങ്ങളെയൊക്കെ തന്നെ വസ്തുതകൾ നിരത്തി ഖണ്ഡിച്ച കുഴൽനാടൻ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും മൂർച്ചയുള്ള ഒരു ശബ്ദമായി തന്നെ മാറിയത് CPM-നെ ഏറെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളി എന്നതിലുപരിയായി വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി നൽകേണ്ടത് പാർട്ടിയുടെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതിനാൽ തന്നെ കുഴൽനാടനെ നിയമസഭയ്ക്ക് പുറത്തെത്തിക്കുക എന്നത് CPM-ന്റെ പ്രഖ്യാപിത ലക്ഷ്യമായി മാറിയിരിക്കുന്നു. തൃത്താലയിൽ VT ബൽറാമിനെതിരെ AKG സെൻറ്ററുമായി ബന്ധപ്പെട്ട അധിക്ഷേപം ഒരു പ്രധാന ആയുധമായി CPM ഉപയോഗിച്ചിരുന്നു. ജനവികാരം ബൽറാമിനെതിരെ തിരിക്കാൻ അന്ന് ആ വിവാദം സഹായിച്ചുവെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. സമാനമായ രീതിയിൽ മൂവാറ്റുപുഴയിലും കുഴൽനാടനെതിരെ വൈകാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് നീക്കം. കുഴൽനാടൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ, ഭൂമി ഇടപാടുകൾ, റിസോർട്ട് നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇതിനോടകം തന്നെ വിജിലൻസ് അന്വേഷണങ്ങളും മറ്റ് നിയമ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ഈ വിഷയങ്ങൾ സജീവമാക്കി കുഴൽനാടൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുക എന്ന തന്ത്രമാണ് അണിയറയിൽ ഇപ്പോൾ ഒരുങ്ങുന്നത്. വ്യക്തിഗത ഉൾപ്പെടെയുള്ള പ്രചരണങ്ങൾ മണ്ഡലത്തിൽ ശക്തിപ്പെടുത്താനും സൈബർ ഇടങ്ങളിൽ ഇദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാനും പദ്ധതിയുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയമാണ് ഇപ്പോൾ നിലവിൽ ഇടതുമുന്നണി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. നിലവിൽ CPI മത്സരിക്കുന്ന സീറ്റാണിത്. കഴിഞ്ഞ തവണ മാത്യു കുഴൽനാടൻ CPIയിൽ നിന്ന് ഈ മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ സീറ്റ് CPM ഏറ്റെടുക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPIക്ക് കഴിയുന്നില്ലെങ്കിൽ കരുത്തനായ ഒരു സ്വതന്ത്രനെയോ അല്ലെങ്കിൽ CPM-ന്റെ മുതിർന്ന നേതാക്കളെയോ അവിടെ പരീക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. എറണാകുളം ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന കമ്മിറ്റി നൽകിയിരിക്കുന്ന നിർദ്ദേശം വ്യക്തമാണ്. ഏതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നതാണ്. കേരള കോൺഗ്രസ് M വിഭാഗത്തിന് സീറ്റ് നൽകി ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ ചർച്ചകളിൽ സജീവമാണ്. മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ കുഴൽനാടനെ പരാജയപ്പെടുത്തുക എന്നത് ഇടതുമുന്നണിക്ക് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മണ്ഡലത്തിലെ സജീവമായ ഇടപെടലുകൾ നടത്തുവാനും യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മൂവാറ്റുപുഴക്കാരുടെ കണ്ണിലെ കൃഷ്ണമണി എന്ന നിലയിൽ കുഴൽനാടൻ ഉയർത്തുന്ന ജനപിന്തുണയെ മറികടക്കാനായിട്ട് അസാമാന്യമായ തന്ത്രങ്ങൾ തന്നെ ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും പുറത്തെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ BJP വോട്ടുകൾ ഉൾപ്പെടെയുള്ളവയിൽ നിർണായകമായ വിള്ളലുകൾ ഉണ്ടാക്കിയാലേ ജയം ഉറപ്പിക്കാനാവൂ എന്ന് CPM കണക്ക് കൂട്ടുന്നു. തൃത്താലയിൽ സംഭവിച്ചതുപോലെ വോട്ട് മറിക്കൽ ആരോപണങ്ങൾ ഇത്തവണ മൂവാറ്റുപുഴയിലും കേൾക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മണ്ഡലം നീങ്ങുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമനായിട്ട് മാത്യു കുഴൽനാടൻ മാറിയതോടെ ഈ പോരാട്ടം രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ഒരു വ്യക്തിപരമായ യുദ്ധമായി തന്നെ മാറിയിരിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങളും റെയ്ഡുകളും കുഴൽനാടനെ തേടിയെത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരം നീക്കങ്ങളെ രാഷ്ട്രീയമായി നേരിടാനാണ് UDF-ന്റെ തീരുമാനം. സർക്കാരിൻ്റെ വീഴ്ചകളും അഴിമതികളും കൂടുതൽ ശക്തമായി ഉയർത്തിക്കാട്ടി പ്രതിരോധം തീർക്കാൻ കുഴൽനാടനും സംഘവും തയ്യാറെടുക്കുകയാണ്. ചുരുക്കത്തിൽ മൂവാറ്റുപുഴയിൽ നടക്കാൻ പോകുന്നത് കേരളം ഉറ്റുനോക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പരീക്ഷണമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.